എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീപ്രസാദം. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചെറിയ കഥ പറയാനും അതിലുപരി പുതിയ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. കഥ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സന്തോഷത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാവും. അതെങ്ങനെയാണെന്നുള്ളത് ചെറിയ കഥയിലൂടെ പറഞ്ഞുതരാം. ഒരു സ്കൂളിലെ ടീച്ചർ കുട്ടികളോട് പറയുകയാണ്, ഒരു ബലൂൺ എടുത്തിട്ട് എല്ലാവരുടെയും പേര് ബലൂണിൻ്റെ മേലെ എഴുതുക. ബലൂൺ വീർപ്പിച്ചിട്ട് അപ്പോൾ 10-20 പിള്ളേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ബലൂണിൻ്റെ മേളിൽ പേര് എഴുതിയിട്ട് ക്ലാസ്സിലേക്ക് എറിയാൻ പറയുകയാണ്. അതുകൊണ്ട് ഒരു 3 മിനിറ്റിനുള്ളിൽ അവരവരുടെ പേര് എഴുതിയിട്ടുള്ള ബലൂണുകൾ എല്ലാവരും തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് കുട്ടികളൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ആർക്കും കിട്ടിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി തരാം. നിങ്ങളിനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബലൂൺ അത് ആരുടെ പേരിലാണോ ആ പേര് ഉള്ള ആൾക്ക് കൊണ്ട് ആ ബലൂൺ കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവർക്കും അവരവരുടെ പേരെഴുതിയ ബലൂണിന് കഴിക്കിട്ട്. അതെങ്ങനെയാണ്? കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് കർമ്മ എന്ന് പറയുന്നത് ഉണ്ട്. തിരിച്ച് നമുക്കത് തിരിച്ചു വരും, നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾക്കുണ്ടാവുന്ന രീതിയിൽ, സാമ്പത്തികമായിട്ടാണോ അല്ല, ആരോഗ്യപരമായിട്ടാണോ അല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്കുണ്ടാവുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ. വേലുണ്ട് വിനിയില്ലേ മയിലുണ്ട് ഭയമില്ലേ ഗുഹനുണ്ട് കുറയില്ലേ സ്കന്ദനുണ്ട് കവലയില്ലേ വേലും മയിലും തുണേ ഓം ശരവണവായ നമഃ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറയുന്നതിന് ഓരോരോ രാശിക്കാർക്ക് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇടവം, അങ്ങനെ ഓരോരോ രാശികളുണ്ടല്ലോ. ആ രാശികളിൽ പെട്ടിട്ടുള്ള നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ ബ്രേസ്ലെറ്റ്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിപ്പോൾ തുലാം രാശിയിലുള്ള ആളുകൾക്ക് ധരിക്കാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ്, ലിബ്ര സോഡിയക് ബ്രേസ്ലെറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് വൃശ്ചിക രാശി, ഋഷഭരാശിയിൽ വരുന്നത്, അതുപോലെ നമുക്ക് സിംഹരാശി, ചിങ്ങരാശിയിൽ വരുന്നത്, അതുപോലെ തന്നെ എല്ലാ സോഡിയാക്സ് എല്ലാ രാശിയിൽ പെടുന്ന ബ്രേസ്ലെറ്റ്സ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും അയച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം ശരവണഭവായ നമഃ.